ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്റർനാഷണൽ ഡേ ഓഫ് കോഓപ്പറേറ്റീവ്സ് എന്നാണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ജൂലൈ 4-നാണ്. അപ്പോൾ ജൂലൈ 4-നാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് കോഓപ്പറേറ്റീവ്സ് ആചരിക്കുന്നത്. ജൂലൈ 4 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ, ജൂലൈയിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് ഇത് ആചരിക്കുന്നത്. ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് കോഓപ്പറേറ്റീവ്. ഇത് UN ആണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. UNന്റെ ICA ആണ്, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആണ്, ICA ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ICA എന്ന് പറഞ്ഞാൽ ബ്രസൽസിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ബെൽജിയം ബ്രസൽസിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ICA ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് കോഓപ്പറേറ്റീവ്സിന്. ഇത് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് കോപ്സ് ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. കോപ്സ് ഫോർ ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഇന്റർനാഷണൽ ഡേ ഓഫ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ജൂലൈ 4-നാണ്. അപ്പോൾ ഇന്റർനാഷണൽ ഡേ ഓഫ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ജൂലൈ 4-നാണ്. 1895-ലാണ് ഈ ICA ആരംഭിച്ചത്. അപ്പോൾ ICA ഫൗണ്ടഡ് എന്ന് പറയുന്നത് 1985-ലാണ്. 1923-ലാണ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഡേ ഓഫ് കോഓപ്പറേറ്റീവ്സ് ആചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 1923-ലാണ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഡേ ആചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ 1895-ലാണ് ഈ ICA സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നത് എവിടെയാണ്? അപ്പോൾ എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത് ഉത്തരം രാജസ്ഥാനാണ്. രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് ഇത് പണിയുന്നത്. ജയ്പൂരിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ മാറി ചോൻബ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ സ്റ്റേഡിയം അവർ നിർമ്മിക്കുന്നത്. ഏകദേശം 75,000 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ് ഈ സ്റ്റേഡിയം പണിയുന്നത്. 350 കോടിയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് തുക എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സ്റ്റേഡിയമാണ് രാജസ്ഥാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ്? ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ലോകത്തിലെ ഗുജറാത്തിലെ മൊട്ടേരയാണ്. 1.10 ലക്ഷം, അതായത് 1.10 ലാക്ക് സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ആ സ്റ്റേഡിയത്തിനുള്ളത്. രണ്ടാമത്തെ സ്റ്റേഡിയം എന്ന് പറയുന്നത് മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. 1.02 ലാക്കാണ് അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം വരാൻ പോകുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ ജയ്പൂരിലാണ് ഇത് വരുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, ഈ കഴിഞ്ഞ ദിവസം ബാഡ്മിന്റണിൽ നിന്നും വിരമിച്ച ചൈനയുടെ ഒരു സൂപ്പർ താരമുണ്ട്. അപ്പോൾ ചൈനയുടെ ഒരു സൂപ്പർ താരം ഈ കഴിഞ്ഞ ദിവസം ബാഡ്മിന്റണിൽ നിന്നും വിരമിച്ചു. സൂപ്പർ ഡാൻ എന്നറിയപ്പെടുന്ന ലിൻഡാൻ ആണ്. 37 വയസ്സുള്ള ലിൻഡാൻ ആണ് ഇപ്പോൾ ചൈനയുടെ ഒരു സൂപ്പർ താരം, ഈ ബാഡ്മിന്റണിൽ നിന്നും വിരമിച്ച സൂപ്പർ താരം. അദ്ദേഹം മേജർ കിരീടങ്ങളെല്ലാം തന്നെ ഇദ്ദേഹം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലോക ബാഡ്മിന്റണിലെ എല്ലാ മേജർ കിരീടങ്ങളും നേടിയ ഒരു താരമാണ് ഈ ലിൻഡാൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഫ്രാൻസിന്റെ പഴയ പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞു എന്ന് പറഞ്ഞു. പുതിയ പ്രധാനമന്ത്രിയാണ് ജീൻ കാസ്റ്റെക്സ് ആണ് പുതിയ പ്രധാനമന്ത്രി. ഇപ്പോൾ ജോൺ കാസ്റ്റെക്സ് എന്നൊക്കെ നിങ്ങൾ ഇതിനകത്ത് വായിക്കുന്നുണ്ടാവും. ജീൻ കാസ്റ്റെക്സ് എന്നാണ് പുതിയ പ്രധാനമന്ത്രിയുടെ പേര്. എഡ്വേർഡ് ഫിലിപ്പ് ആയിരുന്നു പഴയ പ്രധാനമന്ത്രി, ഇപ്പോൾ രാജിവെച്ചു. ഇപ്പോൾ അടുത്ത് പുതിയ പ്രധാനമന്ത്രി വന്നിരിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളം കൂടിയ ചരക്ക് ട്രെയിൻ ഏതാണ്? അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ചരക്ക് ട്രെയിനിനെ കുറിച്ച് നിങ്ങളൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശേഷ് നാഗ് എന്നാണ് അറിയപ്പെടുന്നത്. ശേഷ് നാഗ് ഏകദേശം 2.8 കിലോമീറ്റർ നീളമാണുള്ളത്. 251 വാഗണുകളാണുള്ളത്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് റെയിൽവേ വികസിപ്പിച്ച ഈ ട്രെയിനിന് 2.8 കിലോമീറ്റർ 84 കിലോമീറ്റർ നീളമുണ്ട്. അതുപോലെ തന്നെ 251 വാഗണുകളാണുള്ളത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളം കൂടിയ ട്രെയിൻ, ചരക്ക് ട്രെയിൻ ഏതാണ്? ശേഷ് നാഗ്. ഇനി അടുത്ത ചോദ്യം, ഭൂരഹിതരായ ഭൂമിയില്ലാത്ത കർഷകർക്ക് വേണ്ടി കാർഷിക ലോൺ നൽകുന്ന ബലറാം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് ഭൂരഹിതരായ കർഷകർക്ക് വേണ്ടി ഒരു ലോൺ കൊടുക്കുന്ന ഒരു സ്കീം ആരംഭിച്ചിട്ടുണ്ട്, ഒരു പദ്ധതി? ബലറാം എന്നാണ് പറയുന്നത്. ഇത് ഏത് സംസ്ഥാനമാണ്? ഒഡീഷയിലാണ് ഈ സ്കീം ആരംഭിച്ചിരിക്കുന്നത്. ഒഡീഷയെ പറ്റി പറയുമ്പോൾ ഭുവനേശ്വർ ആണ് ക്യാപിറ്റൽ. നവീൻ പട്നായിക് ആണ് അവരുടെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി അടുത്ത ചോദ്യം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കോവാക്സിനെ പറ്റി പഠിച്ചിരുന്നു. കോവാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? ഭാരത് ബയോടെക് ആണ്. അപ്പോൾ ഭാരത് ബയോടെക് നിർമ്മിച്ചിരിക്കുന്ന ഈ വാക്സിൻ, കോവാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ ആദ്യമായിട്ട് പരീക്ഷിച്ചത് ആരിലാണ്? അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ. അത് ഏതാണ്? ഡോക്ടർ ശ്രീനിവാസ്. അദ്ദേഹമാണിത് ഈ പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. അപ്പോൾ ഡോക്ടർ ശ്രീനിവാസ് ആണ് ഈ ഭാരത് ബയോടെക് നിർമ്മിച്ച വാക്സിൻ ആദ്യമായിട്ട് പരീക്ഷിച്ച വ്യക്തി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം,
യുവാപേ എന്ന ആപ്ലിക്കേഷൻ വികസിപ്പിച്ച ബാങ്ക്. അപ്പോൾ ഏത് ബാങ്കാണ് അവരുടെ യുവാപേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത്? യുവാപേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് യെസ് ബാങ്ക് ആണ്. അപ്പോൾ യെസ് ബാങ്കിന്റെ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ ആണ്. അവരുടെ സേവനങ്ങളെല്ലാം കൂടി ഈ ആപ്ലിക്കേഷനിലൂടെ ചെയ്യുവാൻ വേണ്ടി ഒരു പുതിയ സേവനം എന്നുള്ള നിലയ്ക്കാണ് യുവാപേ അവർ വികസിപ്പിച്ചിരിക്കുന്നത്. ഏത് ബാങ്കാണ്? യെസ് ബാങ്ക് ആണ്. അടുത്ത ചോദ്യം ഇതാണ്. 2020 ജൂലൈയിൽ അന്തരിച്ച പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധി ശിഷ്യനുമായിട്ടുള്ള മലയാളി ആരാണ്? അപ്പോൾ ആരായിരുന്നു 2020 അന്തരിച്ച പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി, അതുപോലെ ഗാന്ധി ശിഷ്യനുമായിരുന്നു, അതുപോലെ മലയാളിയുമായിരുന്നു? അപ്പോൾ ഈ 2020 ജൂലൈയിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അന്തരിച്ചിട്ടുണ്ട്. അദ്ദേഹം മലയാളിയായിരുന്നു, അതുപോലെ ഗാന്ധി ശിഷ്യൻ കൂടിയായിരുന്നു. സി രൈരു നായരാണ് അദ്ദേഹം. ഇനി അടുത്ത ചോദ്യം. COVID-19 ബന്ധപ്പെട്ട് സൈക്കോവ്-ഡി എന്ന സാധ്യതാ വാക്സിൻ പരീക്ഷിക്കുവാൻ അഹമ്മദാബാദിലെ ഏത് കമ്പനിക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്? നമ്മൾ വായിച്ചിട്ടുണ്ടാവും ഇന്നത്തെ പത്രത്തിൽ. COVID-19 ബന്ധപ്പെട്ട ഒരു സൈക്കോവ്-ഡി എന്ന് പറയുന്ന ഒരു സാധ്യതാ വാക്സിനാണ്. സാധ്യതാ വാക്സിൻ പരീക്ഷിക്കുവാൻ വേണ്ടി അഹമ്മദാബാദിലെ ഒരു കമ്പനിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. ICMR ഇപ്പോൾ അനുമതി കൊടുത്തിട്ടുണ്ട്. അത് ഏത് കമ്പനി എന്നാണ്? സൈഡസ് കാഡില എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് ഇത് പരീക്ഷിക്കുവാൻ വേണ്ടി, സൈക്കോവ്-ഡി പരീക്ഷിക്കുവാൻ വേണ്ടി അനുമതി കൊടുത്തിരിക്കുന്നത്. സൈക്കോവ്-ഡിയുടെ പ്രോ ക്ലിനിക്കൽ ട്രയൽ വിജയകരമായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് പരീക്ഷിക്കുവാൻ വേണ്ടി അവർ അനുമതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതായിരുന്നു. കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം കൃതിക പാണ്ഡെയാണ്. അപ്പോൾ കൃതിക പാണ്ഡെക്കാണ് കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ ആഴ്ചത്തെ ചോദ്യം ഇതാണ്. സർക്കാരിന്റെ എല്ലാ ആരോഗ്യ പദ്ധതികളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സുരക്ഷാ പദ്ധതിയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഏതാണ് ആ പദ്ധതി? അപ്പോൾ സർക്കാരിന്റെ എല്ലാ ആരോഗ്യ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ് ആ പദ്ധതി എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യുക. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ചാനൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.